മാത്രം പെയ്ഡ് സബ്സ്ക്രിപ്ഷന് കയറി അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക്കായിട്ട് തന്നെ റിയാക്ഷൻ ചെയ്യുന്ന കുറെ റിയാക്ഷൻ ഓളികൾക്ക് എല്ലാവർക്കും എതിരെ ഏത് അവനാണോ അവളാണോ ഇവർക്കെല്ലാം എതിരെ ഞാൻ കേസിന് പോവാണ്. ഞാൻ ഇപ്പൊ തന്നെ കേസിന് പോകണം. ആരാണ് ഇത് എന്താണ് ഇവർ എന്നോട് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. രേണുസുധിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കാണാനായിട്ട് ഇടയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി എല്ലാ യൂട്യൂബേഴ്സിനും എതിരെ കൊണ്ടുപോയി കേസ് കൊടുക്കുവാണ്. എന്താ കാര്യം എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ രേണുസുധി ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം 150 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ രേണുവിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫോട്ടോസ് കാണാം. ആ ഫോട്ടോസ് ഈ പറയുന്ന യൂട്യൂബേഴ്സ് എല്ലാവരും കൂടെ അടിച്ചു മാറ്റി പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിടുന്നു. ഇതാണ് രേണുസുധി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ പോകുന്ന കേസ്. എന്തായാലും പോലീസുകാർക്ക് ഒരു വിചിത്രമായ കേസായിരിക്കും ഇത്. അത് രേണുവിൻ്റെ എക്സ്ക്ലൂസീവ് ഫോട്ടോസൊക്കെ അടിച്ചു മാറ്റി നമ്മൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു കേസ് കേരളത്തിൽ വേറെ ആരും കൊടുത്ത് കാണത്തില്ല. ഈ സ്ത്രീ എന്താ കാണിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ നമ്മുടെ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവർ ഏത് രീതിയിലോ വസ്ത്രം ധരിച്ചോട്ടെ, അതിനൊന്നും ഇവിടെ ഒരു മനുഷ്യർക്കും പ്രശ്നമില്ല. പക്ഷേ ഇവർ ഈ നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടാണ് നമ്മുടെയൊക്കെ വീഡിയോസിനകത്ത് കൂടുതലും സംസാരിച്ചിട്ടുള്ളത്. എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ പ്രധാനമായിട്ടും വളരെ മോശപ്പെട്ട രീതിയിൽ ഞാൻ ഇവരെ വിമർശിച്ചിട്ടില്ല. വളരെ മാന്യമായിട്ടുള്ള ഭാഷയിൽ ഞാൻ വിമർശിച്ചിട്ടുള്ളൂ. അപ്പോൾ രേണു ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് നന്നാവ്, അതിനുശേഷം നിങ്ങൾ ബാക്കിയുള്ളവരുടെ പേര് കൊണ്ടുവന്ന് കേസ് കൊടുക്കുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ അടിച്ച് മാറ്റിയെന്നും പറഞ്ഞിട്ട് നിങ്ങൾ കേസ് കൊടുത്താൽ ഇവിടെ എന്തോ ആവാനാണ്? കാര്യം ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. പൈസ കൊടുത്തിട്ടാണ് പല ആൾക്കാരും നിങ്ങളുടെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് കാണുന്നത്. അങ്ങനെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് കാണുന്നവർക്ക് വിമർശിക്കാനും ഉള്ള ഒരു റൈറ്റ്സ് ഉണ്ട്. സോ അതുകൊണ്ട് ദൈവത്തോർത്ത് ഇമാതിരി മണ്ടത്തരം ഒന്നും വന്നിരുന്ന് വിളിച്ച് പറയരുത്. ഇനി എന്താണ് രേണുവിന് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഹായ്, നമസ്കാരം. രേണുസുധിയാണ്. ഞാൻ വന്നത് വേറൊന്നുമല്ല. നിങ്ങൾക്കറിയാം, ഞാൻ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ ആയിട്ടുണ്ട്. ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. അത് സത്യമാണ്. കുറേ ആൾക്കാർ ഈ രേണുവിനെ ഇഷ്ടപ്പെടുന്നവർ അത് കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് വേണം. അത് ഈ പുള്ളിക്കാരത്തിക്ക് ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ കൊണ്ട് എന്താണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്? അതായത് ഭയങ്കര രീതിയിൽ എക്സ്പോസ് ചെയ്ത് ഹോട്ടായിട്ടുള്ള ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇത് പബ്ലിക്കിൻ്റെ മുന്നിൽ പെയ്ഡ് രീതിയിലിട്ട് വെച്ചിരിക്കുവാണ്. ഇതൊക്കെ നമുക്ക് വിമർശിച്ചൂടെ? രേണു മാത്രം സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മഹാ അപരാധം എന്നുള്ള രീതിയിലല്ല ഞാൻ പറയണത്. ഒരുപാട് ആൾക്കാർ വയ്ക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ കണ്ണിൽ രേണുസുധിക്ക് ഒരു ഇമേജ് ഉണ്ട്. അതായത് ഭർത്താവ് മരിച്ചു പോയി, 2 പിള്ളേരെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, അങ്ങനെ ഒരു ഇമേജ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു രേണുസുധി പെട്ടെന്ന് ഈ രീതിയിലോട്ട് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ഒരുപാട് പേര് പ്രതികരിക്കും. അതുമാത്രമല്ല, രേണു തന്നെ കുറേ വെറുപ്പ് സമ്പാദിച്ചിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ. പ്രധാനമായിട്ട് ദാനം തന്ന ആൾക്കാരെ തെറി പറയുക, അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വന്നിരുന്ന വീഡിയോ ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങൾ രേണുവായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോരാത്തതിന് നെഗറ്റീവായിട്ടുള്ള പബ്ലിസിറ്റികൾ. അപ്പം സ്വാഭാവികമായിട്ട് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ആരായാലും പ്രതികരിക്കും. പിന്നെ രേണുവിൻ്റെ ഒരു വിചാരം കാണും, ഈ യൂട്യൂബേഴ്സാണ് രേണുവിൻ്റെ ഇങ്ങനെയുള്ള എക്സ്ക്ലൂസീവ് ഫോട്ടോസ് എടുത്ത് പുറത്താക്കുന്നതെന്ന്. ഒരിക്കലും അല്ല. രേണുവിൻ്റെ ഫോട്ടോസ് ഒരുപാട് പേജുകളിലൊക്കെ അവൈലബിൾ ആണ്. കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തെടുത്തുകൊണ്ട് പോയി പല സൈറ്റിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ വെളിയിൽ വിടുന്നുണ്ട്. എല്ലാവർക്കും അത് കാണാൻ പറ്റും. അത് കാണുമ്പോൾ ഏതൊരു യൂട്യൂബേഴ്സും ഒരു ഫ്രഷ് കണ്ടന്റ് എന്നുള്ള രീതിയിൽ വന്ന് ചെയ്യുന്നതേ ഉള്ളൂ. അത് നിങ്ങളൊരു ഭയങ്കര സംഭവമാക്കി ഞാൻ ഇപ്പോൾ കേസ് കൊടുക്കാൻ പോവുകയാണ് അതായതാന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടുവന്ന് കേസ് കൊടുത്തോ. നിയമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമൊന്നുമല്ല. നമുക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിട്ടാണ് നമ്മൾ വിമർശിക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം. മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സൈഡ് സംസാരിക്കാൻ പറ്റും. എന്താ പറയാ, എന്നെ പോലെ തന്നെ അതായത് മിക്ക വലിയ ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റികളും സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ, നിങ്ങൾക്കറിയാം. സോ അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ ചെന്നിട്ട് റിയാക്ഷൻ വീഡിയോ പറയുന്നവന്മാർ ചെന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെയൊക്കെ പേഴ്സണലി കൊടുക്കുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന് മാത്രം ചെയ്യുന്ന പോസ്റ്റുകളും റീൽസുകളും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതാ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്. അവരാരും രേണുവിനെ പോലെ ഭയങ്കര രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഉണ്ടാക്കുമായിരുന്നുവെങ്കിൽ ഇതുപോലെ തന്നെ എല്ലാ ആൾക്കാരും ചെയ്തേനെ. പക്ഷേ രേണുവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. രേണു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കും. അതുകൊണ്ടാണ് ആൾക്കാരെടുത്ത് വെച്ച് വിമർശിക്കുന്നത്. രേണു ആദ്യമേ സ്വന്തമായിട്ട് നന്നാവും. നിങ്ങൾ തിരുത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷേ നിങ്ങളത് തിരുത്തത്തുമില്ല. അതുകൊണ്ട് സ്വന്തമായിട്ട് ആദ്യമേ നന്നാവ്, അതിനുശേഷം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് ചാടുന്നതായിരിക്കും ഏറ്റവും വൃത്തി. ഇതിപ്പോൾ നിങ്ങൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള നമ്മുടെ ഭാഗത്തുള്ള എക്സ്പ്ലനേഷൻ പറയും. പിന്നെ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് FIR ഇട്ടിട്ട് അത് കോടതി കയറ്റാം. പിന്നെ അത് കോടതിയിൽ പോവും. അങ്ങനെ ആ ഒരു കാര്യങ്ങൾ കയറി ഇറങ്ങി നടക്കും എന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെ വാ മൂടി കെട്ടാനായിട്ട് പറ്റുമോ? നിങ്ങളുടെ ആരാ പറഞ്ഞത് ഞങ്ങൾ മിണ്ടായിരിക്കുമെന്ന്? ഒരിക്കലുമില്ല. നമുക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പേരോ ഫോട്ടോയോ കാണിക്കാതെ നമുക്ക് വിമർശിക്കാം പല രീതിയിൽ.
അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗ് അടിക്കുമ്പം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വളരെ നന്നായിരിക്കും. ഇത് എന്താണ് ഇവർ എന്നോട് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ഇനിയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ടും ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടി തന്നതാണിത് സബ്സ്ക്രിപ്ഷൻ. മനസ്സിലായോ? സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവർക്ക്, അതായത് സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഇടേണ്ട പോസ്റ്റ്. അത് നീ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നീ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്നു. നിനക്കൊക്കെ എന്തുവാടാ? നിനക്കൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ടാണോ? എന്നും അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് കണ്ടന്റ് ഞാൻ നിനക്കൊക്കെ തരുന്നു. ഈ സ്ത്രീ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ, ഞാൻ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേറെ കണ്ടന്റുകളൊക്കെ തരുന്നുണ്ടല്ലോ എന്ന്. അതാണ് പറഞ്ഞത്. അനാവശ്യമായിട്ട് ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോരോ പേക്ക് കൂത്തുകൾ കാട്ടിക്കൂട്ടുന്നു. അതിലൊന്നാണ് ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ. ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടെ. പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ മീഡിയക്കാരെ അവിടെ വിളിച്ച് വരുത്തും, ഭയങ്കര രീതിയിൽ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കും. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടും. നേട്ടം ആർക്ക് കൂടുതലുണ്ടാകാൻ പോകുന്നത്? രേണു സുധിക്കായിരിക്കും. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് അപ്പോൾ രേണുവിൻ്റെ പരിപാടികൾ. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്തോ. എന്തായാലും നിങ്ങൾ നമ്മളെല്ലാവരുടെ യൂട്യൂബേഴ്സിൻ്റെ പേരുണ്ടെന്നാണ് പറയുന്നത്. എല്ലാ യൂട്യൂബേഴ്സിൻ്റെ പേരിൽ നിങ്ങൾ കേസ് കൊടുക്കുമ്പോൾ ഞങ്ങളിതൊരു വ്ളോഗായിട്ട് അങ്ങ് ചെയ്യും. മനസ്സിലായില്ലേ? ഞങ്ങൾ വരുന്നതും പോകുന്നതും എല്ലാം അങ്ങൊരു വ്ളോഗായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത് അങ്ങൊരു ഷൂട്ട് ചെയ്ത് അങ്ങ് ഇടും. മനസ്സിലായി? അത്രയേ ഉള്ളൂ. നിങ്ങൾ എത്രത്തോളം ഞങ്ങളെ വെച്ചിട്ട് പിന്നെയും കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങളും അതിൻ്റെ എക്സ്ട്രീം ലെവലിലോട്ട് അങ്ങ് പോകും. അത്രയേ ഉള്ളൂ. അതെടുക്കാൻ വേണ്ടി ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന എന്താ പറയാ, അവർക്ക് വേണ്ടി മാത്രം എടുത്ത പോസ്റ്റുകളും മിക്ക സെലിബ്രിറ്റികളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നീയൊക്കെ ഒന്ന് വലിയ വലിയ സെലിബ്രിറ്റികൾ ചെയ്യുന്നുണ്ടല്ലോ സബ്സ്ക്രിപ്ഷൻ. അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ കയറി നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് പബ്ലിക് ആക്കിക്കുക. അപ്പം വിവരം അറിയാം. അപ്പൊ ഈ എന്റെ മെക്കെട്ട് കയറാനേ നിനക്കൊക്കെ അറിയത്തുള്ളൂ. എന്റെ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആക്കുക. നാണം ഉണ്ടോടാ നിനക്കൊക്കെ? നാണം ഉണ്ടോ? ഞാനൊരു കേസ് ഫയൽ ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടെ തന്നതാണ്. മനസ്സിലായോ? മിക്ക സെലിബ്രിറ്റീസിനും കൊടുത്ത പോലെ എനിക്കും കൂടി തന്നെയാണ് ആ ഒരു മെറ്റയുടെ പ്ലാറ്റ്ഫോം. നിങ്ങൾക്ക് തന്നെ തന്നെയാണ് ഈ പറയുന്ന അത് സബ്സ്ക്രിപ്ഷനകത്ത് മൊബൈൽ വഴിയൊന്നും സ്ക്രീൻഷോട്ടൊന്നും എടുക്കാൻ പറ്റത്തൊന്നുമില്ല. പല ആൾക്കാരും വേറെ ഫോണിൽ നിന്നൊക്കെയാണ് ഫോട്ടോസ് എടുത്തിട്ട് ഈ സാധനം വെളിയിൽ വിടുന്നത്. അത് ഈ പറയുന്ന യൂട്യൂബേഴ്സ് മാത്രമാണ് പുറത്ത് വിട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾക്ക് ഇത്രയും ഉറപ്പ്? നിങ്ങൾക്ക് എത്രയോ ആൾക്കാർ അതിനകത്തുണ്ട്. അങ്ങനെ ഉണ്ടായി നിങ്ങൾ അത്രയും ആൾക്കാരുടെ പേര് കൊണ്ടുവന്ന് കേസ് കൊടുക്കേണ്ടി വരുമല്ലോ. അതൊരു വല്ലാത്തൊരു സംഭവം തന്നെ. ഇത് കാണണമെന്ന് ഇവിടെ ഒരു മനുഷ്യർക്ക് നിർബന്ധമില്ല. പക്ഷെ നിങ്ങളുടെ ഒരു ക്യാരക്ടർ എന്താണ്, അതാണ് ഇവിടെ ജനങ്ങളെ അറിയിക്കേണ്ടത്. നിങ്ങളെ ഇപ്പോഴും അന്ധമായി ആരായിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെങ്കിലും മനസ്സിലാവണം നിങ്ങളുടെ ഒരു തനി സ്വഭാവം എന്താണെന്ന്. നമ്മുടെ എല്ലാവരുടെയും ഇൻറ്റൻഷൻ പ്ലാറ്റ്ഫോം ഞാനും കൂടെ എന്താ പറയാ, സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം കാണാനാണ്. അത് നീ പേഴ്സണൽ അതിനകത്ത് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആയിട്ട് കാണുന്നത്. ഈ സ്ക്രീൻഷോട്ട് നിന്റെ ഫോണിൽ വെച്ചോ. നീ എന്തിനാ പബ്ലിക് ആക്കുന്നത്? ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നതല്ലേ. നിന്റെ വീട്ടിലെ കാശ് കൊണ്ടൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഇത് മെറ്റ പ്ലാറ്റ്ഫോം എനിക്ക് തന്നതല്ലേ. ഞാൻ നോക്കട്ടെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോന്ന്, ഈ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ. വേറെ വല്ല സെലിബ്രിറ്റികളുടെ നീക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയാൽ വിവരം അറിയും നീ. മനസ്സിലായോ? ഓക്കെ. എന്തായാലും പെട്ടെന്ന് കേസും കാര്യങ്ങളായിട്ടൊക്കെ ചെല്ലും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണാം. ഓക്കെ. എന്തായാലും തീർന്നിട്ടില്ല. രേണു അതുലിൻ്റെ മണ്ടയ്ക്കോട്ടും കയറുന്നുണ്ട്. അതുലെ നീ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലേ എന്നുള്ള രീതിയിൽ അതുലിൻ്റെ പേരിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ കേസ് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്തുവാ കേസായത്? പോലീസുകാർ തന്നെ പറഞ്ഞ് ഇതിനകത്ത് FIR ഇടാനുള്ള ഒരു വകുപ്പും ഇല്ലെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ്. അതും കേട്ട് കുറച്ച് ചാനൽസിനെയൊക്കെ വിളിച്ചിട്ട് അതിൻ്റെ മുന്നിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ് കുറച്ച് നാടകമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആരെയൊക്കെയോ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ച് FIR ഇട്ട്. എന്നിട്ട് അങ്ങനെ ആ കേസ് ഇപ്പം കോടതിയിലും കണ്ട. ആ പ്രഹസനം എന്താണെന്ന് ജനങ്ങൾ മൊത്തം കണ്ടതാണ്. ഇനിയും നിങ്ങൾ ഈ പറയുന്ന അതുലിൻ്റെയോ ഞങ്ങളുടെയൊക്കെ പേരിൽ കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാലും അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. ഏത് തരം കേസായിരിക്കും ഞങ്ങളുടെ പേരിൽ വരാൻ പോകുന്നതെന്ന്. കാര്യം അത്ര രീതിയിൽ അസഭ്യമായിട്ടുള്ള രീതിയിൽ നിങ്ങളെ വിമർശിച്ചിട്ടില്ല. മാന്യമായിട്ടുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും വിമർശിച്ചിട്ടുള്ളത്. പിന്നെ സബ്സ്ക്രിപ്ഷൻ്റെ പേരും പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും അങ്ങ് ജയിലിലാക്കുമെന്നൊരു വിചാരം കാണുമായിരിക്കും. അതുലേ, നീ സബ്സ്ക്രൈബ് ചെയ്തല്ലേടാ കൊച്ചു കള്ള. നീ എന്നാ കാണാനാണോ സബ്സ്ക്രൈബ് ചെയ്തത്? സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കണ്ണാടി വെച്ച് മുറിക്കാത്തിരുന്ന് കുണാന്ന് പറഞ്ഞ് എന്നെ പറ്റി അപവാദം അനാവശ്യം പറയാനല്ലേടാ നീ സബ്സ്ക്രൈബ് ചെയ്ത കള്ള തെണ്ടി. നീ എന്നെ എന്തൊക്കെയാടാ വിളിക്കുന്നത്? അപ്പൊ നിന്നെ ഞാൻ അങ്ങനെ വിളിച്ചത് എന്റെ വായിന്ന് നീ കേട്ടത് നിന്റെ പൂർവ്വ സുഹൃത്തം വന്ന് നീ കരുതിക്കോ. അതുലെ, നീ വീട്ടിലിരുന്നുകൊണ്ട് കഥകൾ അടച്ചിരുന്നുകൊണ്ട് കണ്ണാടി വെച്ചോണ്ട് കുണാന്ന് പറഞ്ഞ മറ്റുള്ളവരുടെ കുറ്റം, രേണുസുധിയുടെ കുറ്റം ഏറ്റവും കൂടുതൽ പറയാനല്ലേ നിനക്ക് അറിയത്തുള്ളൂ. മോനെ, നീ പുറത്ത് വന്ന് കളിക്കട നേർക്ക് നേരെ. നീ ആണാണെങ്കിൽ എന്റെ നേർക്ക് നേരെ വന്നിട്ട് ഈ കുറ്റം പറയാം. ഇതൊന്നും ഒരു വെല്ലുവിളിയല്ലേ? രേണുവിന് ആരെ വേണമെങ്കിലും വെല്ലുവിളിക്കാം, ആരെ വേണമെങ്കിലും എന്തും വന്ന് വിളിച്ച് പറയാം. അതിനൊന്നും ഒരു പ്രശ്നമില്ല.
കുറച്ച് നാളുകൾക്ക് മുന്നേ രേണുവിനെ പറ്റി ഒരു സീരിയസ് അലിഗേഷൻ ആയിരുന്നു ഹനാൻ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് രേണു അബോർഷൻ എങ്ങാണ്ട് ശ്രമിച്ചു എന്നൊക്കെയുള്ള രീതി, അതായത് വളരെ പ്രായം കുറഞ്ഞ ഏതോ ഒരു പയ്യനുമായിട്ട് എന്തോ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഭയങ്കര മോശമായിട്ടായിരുന്നു വിമർശിച്ചിട്ടുണ്ടായിരുന്നത്. ആ വോയിസ് ക്ലിപ്പുകളെല്ലാം ഈ പറയുന്ന യൂട്യൂബ് ചാനലെല്ലാം അവൈലബിൾ ആണ്. രേണു ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ പേരും പറഞ്ഞ് കേസ് കൊടുക്കാൻ പോകുന്നത്. വളരെ സീരിയസ് ഒഫൻസ് ആയിരുന്നു അത്. രേണുവിന് അന്നൊന്നും ഒന്നും പ്രതികരിക്കണ്ട, രേണുവിന് ഇന്ന് പ്രതികരിച്ചാൽ മതി. സബ്സ്ക്രിപ്ഷൻ ഫോട്ടോസ് വെളിയിൽ വന്നു, അതാണ് രേണുവിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. സമ്മതിച്ച് തരണം. എന്തായാലും പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നെന്നും പറഞ്ഞ് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. മാത്രം പെയ്ഡ് സബ്സ്ക്രിപ്ഷന് കയറി അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക്കായിട്ട് തന്നെ റിയാക്ഷൻ ചെയ്യുന്ന കുറെ റിയാക്ഷൻ ഓളികൾക്ക് എല്ലാവർക്കും എതിരെ, ഏത് അവനാണോ അവളാണോ ഇവർക്കെല്ലാം എതിരെ ഞാൻ കേസിന് പോവാണ്. ഞാൻ ഇപ്പൊ തന്നെ കേസിന് പോകണം. ആരാണ് ആർക്കാണ് നഷ്ടപരിഹാരം നടത്തേണ്ടത് തരേണ്ടതെന്ന് കോടതി തീരുമാനിച്ചോളും. ഒരു സബ്സ്ക്രിപ്ഷൻ ഫോട്ടോസ് പബ്ലിക്ക് വന്നെന്നും പറഞ്ഞങ്ങ് നഷ്ടപരിഹാരം അങ്ങ് തരുമല്ലേ? എന്ത് ഫോട്ടോസ് ആണെന്ന് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ചിന്തിക്കും. നിങ്ങളായിട്ടാണ് നിങ്ങളുടെ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചത്, മനസ്സിലായോ? പിന്നെ എങ്ങനെയാണ് അതൊരു പ്രൈവറ്റ് ഫോട്ടോ ആയിട്ട് മാറുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സ്ത്രീ എന്തുവാ. ഒന്നെങ്കിൽ ഇവരുടെ ആരെങ്കിലും ഈ നിയമത്തെ പറ്റിയൊക്കെ വളരെ വ്യക്തമായിട്ടൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടു. ഇതിൻ്റെ പേരും പറഞ്ഞ് ചുമ്മാ റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. കാര്യം ഇതൊരു കോൺട്രവേഴ്സി ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ആൾക്കാർ അതിനകത്ത് ഇടിച്ച് കയറുമെന്ന് ഇവർക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. അതാണ് ഈ സ്ത്രീ കാണിക്കാൻ പോകുന്നത്. സമ്മതിച്ച് തന്ന എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന വേറെ ഒരു മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത് ഇവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്തായാലും ഇവർക്ക് മനസ്സിലായി എന്ത് കൊടുത്താൽ എന്ത് കിട്ടുമെന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യം ഇവർക്ക് വന്ന് മനസ്സിലായി. ഏതെങ്കിലും സെലിബ്രിറ്റിയുടെ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ഈ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്ന ഏതെങ്കിലും ഉണ്ടോ? എൻ്റെ അല്ലാതെ. അപ്പൊ എന്നോട് മാത്രമാണ് ഇവർക്ക് കടി. ഞാൻ തീർത്ത് കൊടുക്കാം. കാരണം സബ്സ്ക്രിപ്ഷൻ ചെയ്തവരൊക്കെ മണ്ടന്മാരാകത്തില്ലേ? അപ്പം നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഇപ്പം സ്റ്റേഷൻ അങ്ങനെ രേണു ഇതുവരെ സ്റ്റേഷനിൽ എത്തിയില്ലെന്ന് തോന്നുന്നു. ഇനി എത്തിക്കഴിഞ്ഞാൽ എന്തുവാണെന്ന് നീ കണ്ടറിയാം. ധൈര്യമായിട്ട് കേസ് കൊടുക്കും. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് രേണുവിനെ കാണാം. ഈ വീഡിയോസ് കാണുന്ന ഒട്ടുമിക്കപ്പെട്ട യൂട്യൂബേഴ്സ് എല്ലാവരും കാണുമായിരിക്കും. അപ്പം എല്ലാവരും കൂടെ നമുക്കൊരു വണ്ടിക്കകത്ത് പോയാൽ വളരെ ഉപകാരമായിരിക്കും. അപ്പം ഒരു വ്ളോഗായിട്ട് നമുക്കങ്ങ് പോവുകയും ചെയ്യാം. രേണുവിനെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കാണുകയും ചെയ്യാം. രേണുവിനെ നേരിട്ട് കണ്ടിട്ട് വേണം കുറച്ച് ചോദ്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിക്കാൻ. എന്തായാലും നടക്കട്ടെ. എന്തായാലും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ കാണാതെ ഒരുപാട് പേർക്ക് ഉറക്കം കിട്ടാതിരിക്കുകയാണ്. അതുകൊണ്ട് പുതിയ പുതിയ ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങൾ അതിനകത്ത് ഇടും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.